ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ ഞാൻ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട നമ്മുടെ ഷുക്കൂറിൻ്റെ പനസൈറ്റ് സ്റ്റോറിയുടെ 4th പാർട്ടുമായിട്ടാണ്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ആദ്യത്തെ 3 ഭാഗങ്ങളുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കേട്ടതിന് ശേഷം ഇത് കേൾക്കുക. പതിയെ മയങ്ങിപ്പോയ സഫിയ സാറിൻ്റെ വിളി കേട്ടാണ് ഉണർന്നത്. സഫി, താനൊന്ന് ഫ്രഷായിട്ട് വേണമെങ്കിൽ പൊക്കോ, ഇപ്പോൾ റെസ്റ്റ് എടുത്ത് ക്ഷീണമൊക്കെ മാറിയിട്ട് വന്നാൽ മതി. അയാളുടെ വാക്കുകൾ കേട്ട് അവൻ ബാത്റൂമിൽ കയറി. ഫ്രഷായി ഡ്രസ്സ് മാറി വന്ന് അയാളോട് യാത്ര പറഞ്ഞ് അവൾ റൂം വിട്ടിറങ്ങി. നടക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മ പിടിക്കാതിരുന്നാൽ മതിയായിരുന്നു. ആ ചിന്തയോടെ പുറത്തിറങ്ങിയ അവൾ ദീപ്തിയെയും മഞ്ജുവിനെയും കണ്ട് ചിരിച്ചു. അവൾ അവിടെ നിന്നും ഇറങ്ങി നടന്നു. അല്പം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കി. അവർ രണ്ടുപേരും തന്നെ നോക്കി എന്തൊക്കെയോ പറയുന്നത് അവൾ കണ്ടു. ഇവിടെ നടന്നതിനെ കുറിച്ചായിരിക്കും അവർ പറയുന്നത് എന്ന് അവൾ ഊഹിച്ചു. ആസിഫ് സന്ധ്യയെ കാണുന്നതിനായി ഷോപ്പിലെത്തി. അധികം തിരക്കില്ലാത്ത സമയം. അവൻ ചെല്ലുമ്പോൾ അവൾ പിന്തിരിഞ്ഞു നിന്ന് ഷെൽഫിൽ നിന്നും എന്തോ എടുക്കുകയായിരുന്നു. അവനെ കണ്ടതും പെട്ടെന്ന് അവളുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവം വന്നു. എന്താ സാറേ, ഇന്ന് ഏത് പെണ്ണിന് വസ്ത്രം വാങ്ങാൻ വന്നതാ? അവൾ ഒരു കുസൃതിയോട് ചോദിച്ചു. നിനക്ക് 2 വാങ്ങിത്തരാമെന്ന് വിചാരിച്ചു. അയ്യോ, എനിക്ക് വേണ്ടെന്നു പറഞ്ഞിരുന്നല്ലോ. നമ്മൾ പാവങ്ങൾ ഉള്ളത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം. അത് പഴയതല്ലേ സന്ധി, ഞാൻ പുതിയത് വാങ്ങിത്തരാം. എന്നിട്ട് വേണം സാറിന് ഇട്ട് കാണണമെന്ന് പറയാൻ അല്ലേ? ഇട്ട് കാണിച്ചു തന്നാലും കുഴപ്പമില്ല. അയ്യരാ, എന്താ ഒരു പോതി, ഇന്ന് ആരെയും കിട്ടിയില്ലേ? പിന്നെ കിട്ടിയല്ലോ, പക്ഷേ അവരൊന്നും നിന്നെപ്പോലെ അല്ലല്ലോ. ഒരു പിരി. അതേ സന്ധി, തന്നെ ഒന്ന് ഒറ്റയ്ക്ക് കാണാൻ എന്താ മാർഗം? നടക്കില്ല മോനെ, എനിക്ക് ഞായറാഴ്ച മാത്രമേ ലീവുള്ളൂ. അന്നാണെങ്കിൽ ചേച്ചി അമ്മയും വീട്ടിലുണ്ടാകും. അതുകൊണ്ട് അത് നടക്കില്ല. ഇങ്ങനെ അർത്ഥമുറിച്ച് പറയില്ലേ മോളെ. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ വീട് പണിത് തരുന്ന ആളല്ലേ ചോദിക്കുന്നേ. നമുക്ക് ശ്രമിക്കാം ചേട്ടാ, ചേട്ടൻ ഇപ്പൊ പോവും. ആസിഫ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. ഇന്നിനി ഉടനെ സൈറ്റിൽ പോകുന്നില്ലെന്ന് തീരുമാനിച്ച് വീട്ടിലേക്ക് വിട്ടു. വീട്ടിലെത്തി അവൻ കിച്ചണിൽ നോക്കിയപ്പോ ഉമ്മ പുറത്തിരിഞ്ഞു നിന്ന് പച്ചക്കറി അരിയുന്നു. ഒരു കുസൃതി കാണിക്കാൻ എന്നോണം ഒച്ചയുണ്ടാക്കാതെ അവൻ പിന്നിൽ നിന്നും ഫസീനയെ കെട്ടിപ്പിടിച്ചു. അയ്യോ, പേടിപ്പിച്ചു കളഞ്ഞല്ലോ ചെറുക്ക. ആരാന്ന വിചാരിച്ചേ, പാപ്പ ആണെന്നോ? പിന്നെ വാപ്പ. അങ്ങേരും ഞാൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കാലങ്ങളായി. ഇപ്പൊ എന്തോർത്ത് നിൽക്കായിരുന്നു, ഞാൻ വന്നത് അറിഞ്ഞതേ ഇല്ലല്ലോ. ഞാൻ ആരെ ഓർക്കാൻ, എന്തോർക്കാൻ? ഉമ്മ ഏതോ വലിയ ആലോചനയിൽ മുഴുകി നിൽപ്പായിരുന്നല്ലോ. കള്ളന്മാര് കയറിയപ്പോലും അറിയുന്നല്ലോ. ഞാൻ കുളിക്കാൻ പോകാൻ തുടങ്ങിയായിരുന്നു. അവന്റെ സംശയം കണ്ട് അവർ പറഞ്ഞു. ശരിക്കും ഫസീന അർജുനായി ഫോണിലൊരു സംസാരം കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. അതിന്റെ ത്രില്ലിൽ നിന്നപ്പോഴാണ് മകൻ വന്ന് പേടിപ്പിച്ചത്. പുറത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന ഒച്ച കേട്ട് അവൾ ഹാളിലേക്ക് നടന്നു. വാതിൽ തുറന്നു വന്നത് സഫിയായിരുന്നു. ഉമ്മയും ഇക്കായെയും കണ്ട് അവളൊന്ന് പരിങ്ങി. നീ എന്താ ഇപ്പോ, ഇന്ന് പ്രാക്ടീസ് ഇല്ലേ? ആസിഫ് കനത്തിലൊരു ചോദ്യം. സർ ഇന്ന് നേരത്തെ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അവൾ 2 പേരുടെയും മുഖത്ത് നോക്കാതെ മുറിയിലേക്ക് നടന്നു. നീ എവിടെ നിന്നേ? നിനക്കെന്താ പറ്റിയത്? എനിക്കൊന്നും പറ്റിയില്ലിക്ക. പിന്നെ നിന്റെ നടപ്പിനെ ഒരു വ്യത്യാസം? ഒന്നുമില്ലിക്ക, ഇക്കാക്ക് തോന്നുന്നതാ. ശരിപ്പോ. ഉമ്മ അവളെ സൂക്ഷിച്ചു നോക്കി. മകൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് ആ ഉമ്മയുടെ മനസ്സ് മന്ത്രിച്ചു. മകൻ അടുത്തുള്ളതിനാൽ അവർ ഒന്നും ചോദിച്ചില്ല. സന്ധ്യ എങ്ങനെയെങ്കിലും വീഴ്ത്തണമെന്ന ആഗ്രഹം ആസിഫിന് ഓരോ ദിവസവും കൂടി വന്നു. അതിനെന്താണൊരു മാർഗം? എങ്ങനെ അവളെ ഒറ്റയ്ക്ക് കിട്ടും എന്നവൻ ഒരുപാട് ആലോചിച്ചു. അവനൊരു എത്തും പിടിയും കിട്ടിയില്ല. ഒരു ദിവസം ആസിഫ് രാധയും സുജയും പണിയുന്ന സൈറ്റിൽ നിന്നപ്പോ ഷുക്കൂർ അങ്ങോട്ട് വന്നു. അവനെ കണ്ടതും ഷുക്കൂർ പറഞ്ഞു,
ആസിഫെ, ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ സൈറ്റിലുണ്ടാകില്ല. ബിൻസിയുടെ ലോണിന് ചെറിയ പ്രശ്നമുണ്ട്. അതൊന്ന് ശരിയാക്കാൻ പഞ്ചായത്തിലും വില്ലേജിലുമൊക്കെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ബിൻസിയുടെ സൈറ്റ് നീയൊന്ന് നോക്കണം. അതീവ സന്തോഷത്തോടെ അവൻ അതേറ്റു. കാരണം വാപ്പ അവിടെ ഉള്ളതിനാൽ അവൻ ആ വീട്ടിലധികം അടുപ്പത്തിന് പോകാറില്ലായിരുന്നു. വാപ്പ ഇല്ലെങ്കിൽ ആ വീടുമായി അടുക്കാൻ ഒരവസരം കിട്ടുമെന്ന് അവന് തോന്നി. പിറ്റേന്ന് മുതൽ അവൻ ആ സൈറ്റിൽ പോകാൻ തുടങ്ങി. 2 ദിവസം പോയിട്ടും ആ വീട്ടിൽ ആളനക്കം കാണാൻ അവന് കഴിഞ്ഞില്ല. 3-ാം ദിവസം 10 മണിക്ക് പണിക്കാർക്ക് ചായ വാങ്ങി കൊടുത്തു കഴിഞ്ഞ് അവൻ ബിൻസിയുടെ വീട്ടിലേക്ക് നോക്കിയപ്പോൾ മുൻവാതിൽ അല്പം തുറന്നു കിടക്കുന്നത് പോലെ അവന് തോന്നി. രണ്ടും കൽപ്പിച്ച് അവൻ ആ വീട്ടിലേക്ക് നടന്നു. ഡോർ പകുതി ചാരിയിട്ടേ ഉള്ളൂ. അപ്പോൾ അകത്താരോ ഉണ്ട്. അവൻ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്നകത്ത് കയറി. ഒച്ചയുണ്ടാക്കാതെ ചെന്നാൽ സുജയുടെ വീട്ടിൽ നിന്നും കിട്ടിയതുപോലെ ഒരവസരം കിട്ടിയാലോ എന്ന് ചിന്തിച്ച് അവൻ ഹാളിലേക്ക് കയറി. അകത്താരെയും കണ്ടില്ല. അപ്പോഴാണ് അടുക്കളയിൽ നിന്നും എന്തോ ശബ്ദം കേട്ടത്. അവൻ അങ്ങോട്ട് നടന്നു. അപ്പോൾ അടുക്കളയിൽ ഒരു കസേരയിൽ ഇരുന്ന് ചായ കഴിക്കുന്ന ദിവ്യയാണ് അവൻ കണ്ടത്. അവനെ കണ്ടതും അവൾ ചാടി എണീറ്റു. ഇരിക്കെ, ഇരുന്ന് കഴിക്കേ, ഞാൻ വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ട് കയറിയതാ. അത് നന്നായി വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ടാൽ എവിടെയും മിണ്ടാതെ കയറി ചെല്ലുമോ? അവൾ വീണ്ടും പഴയ സ്ഥലത്തിരുന്നു കൊണ്ട് ചോദിച്ചു. നമ്മുടെ വീട്ടിൽ കയറി ചെല്ലാൻ ഞാൻ മടിക്കുന്നതെന്തിനാ? ഇതെനിക്ക് സ്വാതന്ത്ര്യമുള്ള വീടല്ലേ. ഓ, അങ്ങനെ. ആട്ടെ, സാറ് ചായ കുടിച്ചു? ഇല്ല, അവൻ പറഞ്ഞു. എന്നാ നമുക്ക് 2 ഇഡ്ഡലി കഴിച്ചാലോ? ആയിക്കോട്ടെ, അവൻ അടുത്തുള്ള കസേരയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. അവളൊരു പ്ലേറ്റിൽ 2-3 ഇഡ്ഡലി ഇട്ട് അതിൽ കരയൊഴിച്ച് അവനെ നീട്ടി. ഒരു ഗ്ലാസ് ചായയും കൊടുത്തിട്ട് യഥാസ്ഥാനത്തിരുന്ന് കഴിക്കാൻ തുടങ്ങി. ദിവ്യ എന്തായിരുന്നു പോകാത്തത്? ഒരു തലവേദന. അമ്മ എവിടെ? പഞ്ചായത്തിൽ പോയി. ഓ, ഇത് നല്ല സോഫ്റ്റായ കാണാൻ ഭംഗിയുള്ള ഇഡ്ഡലിയാണല്ലോ. അമ്മയുടേതോ അതോ ദിവ്യയുടേതോ? ഹിന്ദ്, അവൾ അവനെ നേരെ നോക്കി. ഇഡ്ഡലി. അവനൊരു ഇഡ്ഡലി കഴിച്ചുകൊണ്ട് പറഞ്ഞു. ആരുടെയാണെന്നാ തോന്നുന്നേ? അവളൊരു കുസൃതിയോടെ ചോദിച്ചു. ദിവ്യയുടെ ആകാനാ ചാൻസ്. അവനൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവളൊന്ന് ചിരിച്ചു. ആരുടെ ആണെങ്കിലും മോന് കഴിച്ചാ പോരെ. എന്നാലും അറിയാനൊരാഗ്രഹം. അവൾ ചെവികോട്ട് ചിരിച്ചു. മോൻ എന്നോടാ മോനെ കയറി പോകുന്നേ? കഴിച്ചേ വേണം. പാത്രങ്ങൾ കഴുകി വെച്ചിട്ട് എനിക്ക് അല്പനേരം കിടക്കണം. ആയിക്കോട്ടെ, കിടന്നു. അവൾ എഴുന്നേറ്റ് കൈ കഴുകി പുറത്ത് കിടന്നു. അവൻ പെട്ടെന്ന് ഫുഡ് കഴിച്ചെണീറ്റു. അവൾ റൂമിൽ കിടക്കാനുള്ള പ്ലാനിങ്ങാണെന്ന് അവന് മനസ്സിലായി. ഞാൻ അല്പനേരം റെസ്റ്റ് എടുത്തോട്ടെ. അതിന് എന്നോട് ചോദിക്കുന്നത് എന്തിനാ? ഇത് നമ്മുടെ വീടല്ലേ. അവൻ റൂമിലേക്ക് കയറി ചെന്നു. അവളൊരു കട്ടിലിൽ കിടന്നു കഴിഞ്ഞിരുന്നു. അവൻ അവിടെ കുറച്ചു നേരം അവളുടെ കിടപ്പ് നോക്കി നിന്നു. പുറംതിരിഞ്ഞ് ചിരിഞ്ഞു കിടക്കുകയാണ് അവൾ. അവന്റെ അനക്കമൊന്നും കേൾക്കാത്തതുകൊണ്ട് അവൾ തല തിരിച്ചു നോക്കി. തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ കണ്ടവൾ, കിടക്കണമെങ്കിൽ ഇവിടെ കിടന്നു എന്ന് പറഞ്ഞു. അവൾ കിടക്കുന്ന തട്ടിന്റെ അരികത്ത് കിടന്നോളാനാണ് അവൾ പറഞ്ഞത്. അവൻ സന്തോഷത്തോടെ അരികിൽ കിടന്നു. 10-15 മിനിറ്റ് കഴിഞ്ഞു. ഒരു കോർക്കമ്മലി കേട്ട് അവൾ തിരിഞ്ഞു. മലർന്നു കിടന്നുറങ്ങുകയാണവൾ. ഇത്ര പെട്ടെന്നുറങ്ങിയോ? പാവം, നല്ല ക്ഷീണമുണ്ടാകും. അവൻ മനസ്സിൽ ചിന്തിച്ചു. അവൻ ഉറങ്ങിയോ എന്നുറപ്പ് വരുത്താനായി അവൾ അവന്റെ അടുത്തേക്ക് നിരങ്ങി നീങ്ങി അവന്റെ അടുത്തേക്ക് മുഖമടിപ്പിച്ച് കണ്ണിലേക്ക് നോക്കി. പെട്ടെന്ന് അവൻ കണ്ണു തുറന്ന് അവളെ നോക്കി. ഒരു കൈ കൊണ്ട് അവളുടെ തലയുടെ പിന്നിൽ പിടിച്ചടിപ്പിച്ച് അവളുടെ കവളിൽ ഉമ്മ വെച്ചു. അപ്പൊ കണ്ണുറക്കമായിരുന്നല്ലേ? അവനെ വിടിവിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. നല്ല ഉറക്കമായിരുന്നു.
ഒരു സുന്ദരി പെണ്ണ് ഉമ്മ വയ്ക്കാൻ വരുന്നത് കണ്ട് ഉണർന്നതാ. അയ്യടാ, ഞാൻ ഉമ്മ വയ്ക്കാൻ വന്നതൊന്നും അല്ല, ഉറങ്ങിയോ എന്ന് നോക്കാൻ വന്നതാ. ആസിഫ് അവളെ വീണ്ടും മരിച്ച് തന്റെ മേലേക്കിട്ടു. എന്താ മോന്റെ പ്രശ്നം? അവന്റെ മേൽ കിടന്നുകൊണ്ട് അവൾ ചോദിച്ചു. ആസിഫ് ചിണങ്ങിക്കൊണ്ട്, എന്താ പ്രശ്നമെന്ന് ഇതുവരെ മനസ്സിലായില്ലേ? വാല് പൊക്കുന്നത് കണ്ടപ്പോ തന്നെ എനിക്ക് കാര്യം പിടികിട്ടി. എന്തിനമ്മോടിങ്ങനെ വളഞ്ഞു പിടിക്കുന്നേ? സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് പറഞ്ഞാ പോരെ. അത് ദിവ്യ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നറിയാനിട്ട. അച്ഛനേക്കാളും മിടുക്കനാണ് മോനെന്നാ ഞാൻ വിചാരിച്ചത്. ഇത് മോനേക്കാളും മിടുക്കൻ അച്ഛനാണല്ലോ. അതെന്താ അമ്മനെ പറഞ്ഞത്? അച്ഛൻ വീട് പണയുന്നതിന്റെ പ്രത്യുപകാരം എപ്പോഴേ നേടിക്കഴിഞ്ഞു, ദിവ്യ ഒരു കലസ്ഥിതിയോടെ പറഞ്ഞു. അയ്യോ, എന്താ പറഞ്ഞത്? ആസിഫിൽ ഒരു ഞെട്ടലുണ്ടായി. അച്ഛൻ നമ്മളെ സ്വന്തമാക്കി കഴിഞ്ഞെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അമ്മയെ ഞാൻ ഊഹിച്ചു, പക്ഷെ ദിവ്യ, ഇയാൾക്ക് എന്റെ വാപ്പാന്റെ മകളാവാനുള്ള പ്രായമല്ലേ ഉള്ളൂ. എന്നിട്ടും അതേടോ, അതൊക്കെ നേരത്തെ കഴിഞ്ഞു. മോന്റെ വരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഷേ, അവൻ തല കുടഞ്ഞു. എന്തേ, കേട്ടപ്പോ മോന് താല്പര്യമില്ലേ? അങ്ങനല്ല ദിവ്യ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതാ. വേറൊരു കാര്യം ചോദിച്ചോട്ടെ, താൻ എന്റെ അനിയത്തിയുടെ അടുത്ത് ചുറ്റിപ്പറ്റി നടക്കുന്നതെന്തിന്? അച്ഛനും ഞാൻ മോനിക്കവളും, അത് വല്ലതുമാണോ ഉദ്ദേശം? അവളെ പാപ്പ നോട്ടപ്പെട്ടില്ലല്ലേ? ഭാഗ്യം, അതിനുള്ള അവസരം കിട്ടിയില്ല. എന്നാലേ ആ ഭാഗ്യം എനിക്ക് വേണം. അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. വേണോ നിനക്ക്? പാവമാണ് അവള്. ഞാൻ പറഞ്ഞു നോക്കാം അവൾക്ക് ആഗ്രഹമുണ്ടോ എന്ന്. അതൊന്നും സാരമില്ല, അവസരം ഒപ്പിച്ചു തന്നാ മതി. ബാക്കി ഞാൻ ഏറ്റു. എന്നാ ഇപ്പൊ നമുക്ക് നോക്കിയാലോ? നോക്കിക്കോ, ദിവ്യ കൊഞ്ചിക്കൊണ്ട് മറഞ്ഞു. അവൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കട്ടിലേക്ക് മറഞ്ഞു. അപ്പോൾ മറ്റൊരിടത്ത് ഷുക്കൂറിന്റെ കാറിൽ പഞ്ചായത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ബിൻസി. ഫ്രണ്ട് സീറ്റിൽ അവൻ അടുത്തായിട്ടാണ് അവളിരിക്കുന്നത്. ഷുക്കൂറിന്റെ ഒരു കൈ ബിൻസിയുടെ ചുമലിലാണ്. ബിൻസി ഷുക്കൂറിനെ നോക്കി ഒരു കണ്ണടച്ച് ഒരു കള്ളച്ചിരി പാസാക്കി. എന്താ ബിൻസി, നമുക്ക് ചിന്ന വീട്ടിൽ പോയാലോ? അതിന് ഒരുപാട് ദൂരമില്ലേ? എങ്കിൽ നമുക്ക് കാർ ആളില്ലാത്തിടത്ത് ഒതുക്കിയിട്ട് കാറിലിരുന്നാലോ? അവനെ എന്തൊക്കെയും ചെയ്യാം. ഷുക്കൂർ കാറും ഒരു പൂട്ടിക്കിടക്കുന്ന കമ്പനിയുടെ വഴിയുടെ സൈഡിൽ ആരും കാണാത്ത വിധം ഒതുക്കിയിട്ടു. കമ്പനി പൂട്ടിയതുകൊണ്ട് ആ വഴി ആരും വരാറില്ല. ആ ധൈര്യത്തിൽ അവൻ അവളെ കാറിൽ നിന്നും ഇറക്കി. ബിൻസി പിൻസീറ്റിലേക്ക് കയറിയിരുന്നു. കൂടെ ഷുക്കൂറും കയറി. ഷുക്കൂറും ബിൻസിയും കാറിൽ ചിലവിടുന്ന ഇതേ സമയം മക്കൾ ആസിഫ്, മക്കൾ ദിവ്യയുടെ കൂടെ സമയം ചെലവഴിക്കുന്ന അസുലഭ നിമിഷം തീർന്നില്ല. ഇതേ സമയം ഷുക്കൂറിന്റെ മകൾ സഫിയ അനന്തൻ വക്കീലിന്റെ ഓഫീസിലെ പ്രൈവറ്റ് ക്യാബിനിൽ സാറുമായി ഡിസ്കഷൻ ആയിരുന്നു. വീട്ടിൽ ആരുമില്ല എന്ന് കണ്ട ഷുക്കൂറിന്റെ മൊഞ്ചത്തി പേരി ഫസീന അർജുനോട് വീട്ടിലേക്ക് വരാനും പറഞ്ഞു. എന്താല്ലേ, അസുലഭ നിമിഷങ്ങൾ തന്നെ. ആളും അനക്കവുമില്ലാത്ത കമ്പനി ഗോഡൌണിന്റെ സമീപത്തായി പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഷുക്കൂറിന്റെ കിയ കാരൻസ്. അതിന്റെ പിൻസീറ്റിൽ ഷുക്കൂറിനൊപ്പം ഇരിക്കുന്ന ബിൻസി. അസുലഭ നിമിഷങ്ങൾ ധന്യമാക്കുന്ന തരത്തിൽ കാറിന്റെ സ്റ്റീരിയോയിൽ നിന്ന് വരുന്ന മധുരമായ റൊമാൻറ്റിക് സോങ്. ബിൻസി ഷുക്കൂറിന്റെ കാതിൽ എന്തോ ഒന്ന് മന്ത്രിച്ചപ്പോ പെട്ടെന്ന് ഷുക്കൂർ ഒന്ന് നീട്ടി. നീ എന്താ ചോദിച്ചത് ബിൻസി? മനസ്സിലായില്ലടാ കള്ള. വീട് പണിഞ്ഞു തരുന്നതിന്റെ പ്രത്യുപകാരം നീ ദിവ്യയിൽ നിന്നും ഈടാക്കിയെന്നേ. നിനക്കും മനസ്സിലായിരുന്നോ? എങ്ങനെ? നിങ്ങളെ അന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി പൊന്നെ. അന്ന് നിങ്ങൾ വരാൻ ഒരുപാട് വൈകിയില്ലേ?
പിന്നെ അവളുടെ അത് കഴിഞ്ഞുള്ള പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി, ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിനെ നന്നായി അറിയൂ. നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ. എന്തിന്? അമ്മ എന്നാ നിനക്കുള്ളതല്ലേടാ കള്ള കാമുക. എന്റെ പിൻസി നീ മുത്താണ്. എന്റെ പിൻസി നീ എന്റെ മോളും എന്ത് ചരക്കാതെ. പിൻസി അത് കേട്ട് ഒരു ചിരി പാസ്സാക്കി. ഈ സമയം സഫിയ കേസ് ഡിസ്കഷൻ കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയിരുന്നു. ഭാഗ്യം അർജുൻ അവന് മുമ്പേ സ്ഥലം കാലിയാക്കിയിരുന്നു. ഷുക്കൂർ ബിൻസിയെ തിരിച്ചു വീട്ടിലാക്കി സൈറ്റിലേക്ക് പോയി. ബിൻസി റൂമിൽ കയറി ഡ്രസ്സ് മാറി വെളിയിൽ വന്നു. ടിഫി എവിടെ? മോളെ ടിഫി, അവൾ വിളിച്ചു. ഉറങ്ങുകയാവുമെന്ന് കരുതി അവൾ ടിഫിയുടെ മുറിവാതിലിൽ പോയി വിളിച്ചുകൊണ്ട് വാതിൽ തുറന്നു അകത്ത് കയറി. അകത്ത് കട്ടിലിൽ ഒരുമിച്ച് കിടന്നുറങ്ങുന്ന ആസിഫിനെയും ടിഫിയുമാണ് അവൾ കണ്ടത്. എടി ടിഫി, ബിൻസി അവളെ കുലുക്കി വിളിച്ചു. ടിഫി ചാടിയനേറ്റു. അതോടൊപ്പം ആസിഫും. ഇതിനു വേണ്ടിയാണോ നീ നിലയെ എടുത്തത്? അല്ലമ്മേ, ഇതറിയാതെ പറ്റിയതാ. സോറി ചേച്ചി, ഞാൻ വന്നപ്പോ ടിഫി മാത്രമേ ഉള്ളൂ. ഓരോ വർത്തമാനം പറഞ്ഞിരുന്നപ്പോ പറ്റിപ്പോയി. ഞാൻ ചീത്ത പറഞ്ഞതല്ല മോനെ, സൂക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിച്ചതാ. അവൾ ആസിഫിനെ ഒന്ന് നോക്കി. ബിൻസിയാക്കം പറഞ്ഞ് അടുക്കളയിൽ പോയി. ആസിഫ് കുറച്ചു നേരം എന്തോ ആലോചിച്ചു. ശേഷം അടുക്കളയിൽ ചെന്നു. ബിൻസി അടിമുടി ഒന്ന് നോക്കി. എന്താ മോനെ? ചുമ്മാ അല്ല എന്റെ വാപ്പ വീണു പോയത്. ചീച്ചു രുക്രൻ ചരക്കാണ്. ഇത് തന്നെയാണ് എന്റെ വാപ്പായും പറയുന്നത്. ഇന്ന് പാപ്പയുമായി കറങ്ങിയിട്ട് വന്നതല്ലേ? ഓ, അച്ഛന് പറ്റിയ മകൻ തന്നെ. ഞാൻ എന്തിനാ എന്നെ ഒളിക്കുന്നത്? നീ പറഞ്ഞത് ശരിയാ. നീ ഒഴിക്കുന്നത് നടന്നു പോരെ? തൃപ്തിയായില്ലേ? ഓ, എന്റെ ചരക്കെ, എനിക്ക് വയ്യ. എന്താ ഇവിടെ എന്നെ പറഞ്ഞു വിട്ടിട്ട് രണ്ടുപേരും കൂടി പരിപാടി? അമ്മക്ക് വന്ന ദിവ്യ ചോദിച്ചു. അവൾ കുളിച്ച് ഡ്രസ്സ് മാറി സുന്ദരിയായിരുന്നു. ഓ, ഞങ്ങൾ ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു. ഓഹോ, രണ്ടുപേരും ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് എനിക്കറിയണ്ടേ? എന്താ ആസിഫേ, നിനക്കെന്റെ അമ്മയും വേണോ? ഓ, ഈ കിരവിയൊക്കെ ആർക്ക് വേണം? ഇല്ല മോനെ, കിരവിയും വേണം, ഇളം കരിക്കനെയും വേണം അല്ലേ ആസിഫേ? അമ്മേ, ഇവൻ സന്ധ്യ വരയ്ക്കാൻ നടക്കുക. അയ്യോടാ മോനെ, അവളെ അന്ന് വിട്ടേരെ. അവളെ കൊച്ചു പെണ്ണ. അയ്യോ, കൊച്ചുകുട്ടി. അതുപോലുള്ള കൊച്ചായിരുന്നില്ലേ ഇവളും. എന്നിട്ട് എന്റെ വാപ്പ കൈഞ്ഞൊടിച്ചപ്പോ കൂടെ പോയില്ലേ? പെട്ടെന്ന് അവന്റെ ഫോൺ അടിച്ചു. അവൻ ഫോൺ സംസാരിച്ച് പെട്ടെന്ന് പുറത്തിറങ്ങി. വാപ്പയ, എനിക്ക് പെട്ടെന്ന് ഒരു സൈറ്റിൽ ചെല്ലണം. അവിടെ പണിതുകൊണ്ടിരുന്ന ഒരു ചേച്ചിക്ക് സുഖമില്ല. അവരെ വീട്ടിലാക്കണം. നമുക്ക് പിന്നെ കാണാം. ബിൻസിയോടായി പറഞ്ഞിട്ട് അവൻ ഇറങ്ങി. അവൻ ചെല്ലുമ്പോ രാധ ഒരു റൂമിൽ കിടക്കുകയായിരുന്നു. എന്ത് പറ്റി ചേച്ചിക്ക്? അവൻ സുജയോടായി ചോദിച്ചു. അവൾക്കൊരു വയറുവേദന. ഒരു കൂട്ടമായ ചിരിയോടെ സുജ പറഞ്ഞു. അച്ഛനെയാണ് വിളിച്ചത്, പക്ഷേ വന്നത് മകനാണ് രാധ. സുധ പറഞ്ഞത് കേട്ട് രാധ ചിരിച്ചു. രാധേച്ചി, എന്താ വേണ്ടേ? ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട, എന്നെ ഒന്ന് വീട്ടിലാക്കി തന്നാ മതി. ഞാൻ കൊണ്ടാക്കണോ അതോ ഓട്ടോ വിളിച്ചു വിട്ടാ മതിയോ? അതെന്തിനാ മോനെ ഓട്ടോ? നിനക്കെന്താ അവളെ വീട്ടിൽ കൊണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, എന്ത് ബുദ്ധിമുട്ട്? ഞാൻ കൊണ്ടാക്കാൻ ചേച്ചി, വാ, വണ്ടിയിൽ കയറിക്കോ. രാധ എണീറ്റ് അവന്റെ ഒപ്പം ബൈക്കിൽ വീട്ടിലേക്ക് തിരിച്ചു. അവർ പോയി അല്പം കഴിഞ്ഞതും ഷുക്കൂർ സൈറ്റിലെത്തി. അവർ പോയോ സുജെ? ഷുക്കൂർ ചോദിച്ചു. പോയിക്ക. ഇവിടെ ഇപ്പോ ഹെൽപ്പർ എത്ര പേരുണ്ട്? 3 പേരുണ്ട്. സുജയ്ക്ക് ഇവിടെ എന്താ പണി? ഞാൻ ക്ലീൻ ചെയ്യുക. ആണോ? അത് നാളെ ചെയ്താലും മതി.
നീ വാ, നമുക്ക് വേറൊരു സൈറ്റിൽ ഇത്തിരി പണിയുണ്ട്. ശരി, അവൾ പെട്ടെന്ന് പോകാൻ റെഡിയായി. ഷുക്കൂറിനൊപ്പം കാറിൽ അവർ പുറപ്പെട്ടു. മുൻ സീറ്റിലിരുന്ന് സുജിയെ നോക്കി ഷുക്കൂർ ചിരിച്ചു. എന്താ ചിരിക്കുന്നേ? ഒന്നുമില്ല സുജി, നിന്നെ ഒറ്റയ്ക്ക് കിട്ടാൻ ഞാൻ കുറെ നാളായി ശ്രമിക്കുന്നു. ഇക്ക ശ്രമിച്ചാൽ നടക്കാതിരിക്കുമോ? അതല്ലേ ഇപ്പൊ നടത്തിയത്. അത് ശരി, അപ്പോൾ അവരെ ഒഴിവാക്കിയതാണല്ലേ? അവൻ ചിരിച്ചുകൊണ്ട് തലകുലുക്കി. അവൾക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. എത്ര നാളായി കൊതിക്കുന്നതാ. അവൾ സന്തോഷത്തോടെ ഒന്നനങ്ങിയിരുന്നു. കാറ് ചെന്നൈയിലെത്തി. രണ്ടുപേരും ഇറങ്ങി അകത്ത് കയറി. വാസുജെ, അവൻ ബെഡ്റൂമിലേക്ക് വിളിച്ചു. ഇക്ക ഇത്രയും നേരം ജോലി ചെയ്ത് മുഷിഞ്ഞിരിക്കുക, താനൊന്ന് മേരി കഴുകട്ടെ. ശരി, നിന്റെ ഇഷ്ടം. അവൾ ബാത്റൂമിൽ കയറി. അവൾ വരുന്നതും കാത്ത് ഷുക്കൂർ ഒരു മാസികയും വായിച്ച് കട്ടിലിൽ കിടന്നു. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഷുക്കൂറിന്റെ സ്റ്റോറി? അടിപൊളിയായിട്ടല്ലേ പോകുന്നത്. പിന്നെ ബാക്കി പോർഷൻ ടെലിഗ്രാമിൽ വരും. അതിൻ്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.